ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചാനലിലൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. ഇന്ന് റിച്ചുവിൻ്റെ പിറന്നാളായിരുന്നു. അത് പ്രമാണിച്ച് അവൻ്റെ അമ്മമ്മ ഏറ്റവും സ്നേഹത്തോടെ രുചിയോടെ ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പം കണ്ടാലോ? ഒരു ഹോം മെയ്ഡ് ഉണ്ണിയപ്പം കാണാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇത്. 1/2 കിലോ പച്ചരി വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് 300 ഗ്രാം ശർക്കര അരിച്ച് വെച്ചിരിക്കുകയാണ്, ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ചേർത്ത് വേണം അരയ്ക്കാൻ. അതിൻ്റെ ഒപ്പം ഏലക്ക, ജീരകം, റോബസ്റ്റ പഴം ഒരെണ്ണം, പിന്നെ തേങ്ങാക്കൊത്തും എള്ളും നെയ്യിലിട്ട് വറുത്തത്. ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് അരി അരച്ചെടുക്കുകയാണ്. തരിയിട്ട് വേണം അരച്ചെടുക്കാൻ. അതിലേക്ക് ഒരു പാളയംകോടൻ പഴമാണ് നല്ലത്. ഇവിടെ റോബസ്റ്റേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത് ഒരെണ്ണം ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 3 സ്പൂണ് മൈദ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്? മയം കിട്ടാനും വേണ്ടിയിട്ടാണ്. അരയ്ക്കുന്ന കൂട്ടത്തിലിട്ടാലും മതിയോ? അരയ്ക്കുന്ന കൂട്ടത്തിലിട്ട് അങ്ങ് ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പം കട്ടയൊന്നും ആവത്തില്ല. പഴവും പച്ചരിയും ശർക്കരയും മാത്രം. പഴം ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി, അരച്ചെടുത്താൽ മതി. ലാസ്റ്റ് ഈ അരിയുടെ കൂടെ ഇടരുത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പഴം മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് എള്ളും തേങ്ങാക്കൊത്തും നെയ്യ് വറുത്തത്, ഇവിടെ വറുത്തത് കാണിച്ചു. ഇച്ചിരി കൂടുതൽ ഞാൻ ചേർത്തിരിക്കുക. എള്ള് ചെല്ലുന്നത് നല്ലതാണ്, കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എള്ള് ഇതിനകത്ത് ചേർത്തിരിക്കുക. നമ്മുടെ വീട്ടാവശ്യമല്ലേ, അതുകൊണ്ട്. പിന്നെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത്. ജീരകവും പൊടിച്ചിട്ടുണ്ടോ? ഒന്ന് ചതച്ച്, എന്നാലേ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിന് കിട്ടത്തുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു നിറം കിട്ടാനും വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾ. നമ്മൾ എത്ര നേരം കുതിർത്തു അരി? 3 മണിക്കൂർ കുതിർത്തു. അതിന് ശേഷം അരി അരയ്ക്കുമ്പോൾ ഇച്ചിരി തരി, റവ പോലൊക്കെ ഇച്ചിരി തരി വേണം അരയ്ക്കുമ്പോൾ. പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു 2-3 മണിക്കൂർ വെച്ചേക്കണം. കൂടുതൽ സമയം ഇരിക്കും തോറും മയം കൂടത്തേ ഉള്ളൂ. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഈ അപ്പക്കാരോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു ഇച്ചിരി ഇത്രത്തോളം ഈസ്റ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്, ഒന്ന് പൊങ്ങി വരാനും വേണ്ടിയിട്ട്. ഈസ്റ്റും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് 3 മണിക്കൂർ അടച്ച് വെച്ചേക്കണം. 3 മണിക്കൂറോ മിനിമം 3 മണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കുതിർന്ന് വരുമ്പോൾ കറക്റ്റാവും. ഇതിനിരുന്ന് പൊങ്ങുമായിരിക്കും അല്ലേ? ഇച്ചിരി ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി പൊങ്ങി. നമ്മൾ ചക്കടയിൽ ചേർത്ത പോലെ ഉപ്പ് വല്ലതും ചേർക്കണ്ടോ? ചിലപ്പം ചില ശർക്കരയ്ക്ക് ഉപ്പ് ഉള്ള ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാൻ. ഞാൻ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പം വേറെ ടേസ്റ്റ് വരും. ഈ ശർക്കരയെല്ലാം ഇപ്പം ഉപ്പ് ചേർന്നതാണ് വരുന്നത്, മിക്ക ശർക്കരയും. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ശേഷം ഉണ്ണിയപ്പക്കാര അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് മാവ് പകർത്താം. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിച്ചു ഇതിനകത്ത്? എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 12
12. 12 എടുക്കാം. കറക്റ്റാണോ? അതെ. 12. എന്നിട്ട് തന്നെ എണ്ണ പൊങ്ങിയല്ലേ? എണ്ണ ഇച്ചിരി കൂടുതലാണ്. പൊങ്ങി അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടല്ലേ? ഇട്ട് വന്നിട്ട് വരും. വിട്ട് വരുമ്പോഴാണോ മറിച്ചിടേണ്ടത്? ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട്, ഓക്കെ, കമ്പിയോ ഒരു എന്തെങ്കിലും പപ്പടം കുത്തി പോലെ. പപ്പടം കുത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് എനിക്ക് ഈ മോന് ചെയ്യാൻ പറ്റത്തില്ല, എണ്ണയാ, ഭയങ്കര എണ്ണയാണ്. ഇതുപോലെ മറിച്ചിടണം. അതൊന്നും ആയിട്ടില്ല. അത് ഈ ഇപ്പുറത്ത് കിടക്കുന്ന ആയി കാണുമായിരിക്കും. ലാസ്റ്റ് വെച്ചാൽ ഇവിടുന്ന് തലയും കുത്തി കിടക്കുന്നു. എണ്ണയൊക്കെ തലയിൽ കുത്തി കിടക്കുന്നില്ല. അതെ, 3 തലയും കുത്തി കിടക്കുന്നു. ഇത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് അതിന് നിറവില്ലാത്തത്. നിറമില്ലാത്തത്. കറുത്ത ശർക്കരയ്ക്കാണെങ്കിൽ ഇച്ചിരി കൂടെ നിറം കിട്ടും. ഇങ്ങനെ മുരിഞ്ഞ് വരുന്നതൊന്ന് ഓരോന്നിച്ച് ഇങ്ങനെ എടുക്കണം. ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അതിന് ഉള്ളു വേഗം. വേഗം. തീ കുറച്ച് വെക്കണം. ചൂടുള്ള എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കുമ്പോൾ എണ്ണ വലിയും പെട്ടെന്ന്. നമുക്ക് ഒറ്റത്തവണ ഇതിൽ 12 ഉണ്ണിയപ്പം എടുക്കാവേ. റിച്ച് ഇവിടെ ഉണ്ണിയപ്പം എണ്ണി കാവലിരിക്കുക തിന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ അത് എടുത്തിടുന്നത് വരെ അവന് ക്ഷമയില്ല. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് ഉണ്ണിയപ്പം ചുടാനായിട്ട് വെച്ചിരിക്കുവാണ്. നമ്മൾ 1/2 കിലോ പച്ചരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. അതുകൊണ്ട് നമ്മളൊരു 5 തവണ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്ത് ഏകദേശം 60 ഉണ്ണിയപ്പത്തോളം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ചൂട് അതുപോലെ തന്നെ ടേസ്റ്റ് വരയ്ക്കും. കളാവോ? നൈസ്. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.